ഹലോ, ഇത് അതുലാണ്. വൈകുന്നേരത്തെ നടപ്പിനായി ഞാൻ ഒരുങ്ങി. ഇതാ ഞാൻ സഞ്ചാരം തുടങ്ങുന്നു. ഇന്ന് ഞാൻ മലയാളത്തിൽ സംസാരിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഒത്തിരി രാത്രിയായി. ഇന്ന് നടക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എങ്കിലും എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയത്തിയും എനിക്ക് പിന്തുണ നൽകി. അവരെന്നോട് പറഞ്ഞു, നടക്കുന്നതാണ് നല്ലത്, നിൻ്റെ തടി കുറയട്ടെ, വയറ് കുറയട്ടെ എന്ന് പറഞ്ഞു. അവർ പിന്തുണ നൽകിയതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് ഈ രാത്രിയിലും ഞാൻ നടക്കുന്നു. എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് മമ്മി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു. അത് കടയിൽ നിന്ന് വീട് വരെ ഓടിച്ചു കൊണ്ടുവരാനുള്ള അവസരം കിട്ടി. 5-6 വർഷങ്ങൾക്ക് ശേഷം റോഡിൽ കൂടെ ഞാൻ സ്കൂട്ടർ ഓടിച്ചതായി സംഭവിച്ചു ഇന്ന്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് റോഡിൽ കൂടെ സ്കൂട്ടർ ഓടിച്ചു. എനിക്ക് എല്ലാമൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കുവാനുള്ള ഏറ്റവും ഒരു നല്ല വിദ്യ എന്നുള്ളത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ജിജ്ഞാസ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു, താഴ്മ വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നു. താഴ്മ വർദ്ധിച്ചാൽ കൂടുതൽ പഠിക്കാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നുള്ള ഒരു ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ ഞാൻ DD മിസ്റ്റി ഹിൽസ് ഫ്ലാറ്റിൻ്റെ മുന്നിലാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട്. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. ഈ വെളിച്ചം ഇപ്പോൾ കണ്ട വെളിച്ചം പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ്. അപ്പോൾ വൈദ്യുതി എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് ഒരു ധാരണയുണ്ട്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന മേഖലയാണ് സൗണ്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വയറുകൾ ഉപയോഗിക്കാറുണ്ട്. ആ വയറുകളിലൂടെ സിഗ്നൽ സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിഗ്നലുകൾ വൈദ്യുതി തന്നെയാണോ എന്ന് എൻ്റെ മനസ്സിലൊരു സന്ദേഹം, ഒരു ഡൗട്ട്, ഒരു ക്യൂരിയോസിറ്റി, ഒരു ചോദ്യം വരുന്നു. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ ചോദ്യം കട്ട്. ഞാൻ സംഗീതം എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിൽ ഉള്ള ഒരു ആശയം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഗീതത്തിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരെണ്ണത്തിൻ്റെ പേരാണ് മെലഡി, മറ്റേതിൻ്റെ പേരാണ് ഹാർമണി. അപ്പോൾ ചില സംഗീത ഉപകരണങ്ങൾ കൊണ്ട് മെലഡി മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ. ചില സംഗീത ഉപകരണങ്ങൾ കൊണ്ട് മെലഡിയും ഹാർമണിയും വായിക്കാൻ സാധിക്കും. പിയാനോ എന്ന ഉപകരണത്തിൽ മെലഡിയും ഹാർമണിയും വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കാൻ ഇഷ്ടമായിട്ടുള്ള ഉപകരണമാണ് പിയാനോ. അപ്പോൾ ഞാൻ അതിൽ മെലഡിയും ഹാർമണിയും വായിക്കുമ്പോഴാണ് കേൾക്കാൻ നല്ല രസം ഉണ്ടാകുന്നത്. മെലഡി മാത്രം വായിച്ചാൽ കേൾക്കാൻ രസം കുറവായിരിക്കും. ഹാർമണി മാത്രം വായിച്ചാലും കേൾക്കാൻ രസം കുറവായിരിക്കും. മെലഡിയും ഹാർമണിയും ഒരുമിച്ച് വായിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കും. ഈ ആശയം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കട്ട്. ഇന്ന് എനിക്ക് പുതിയതായിട്ട് പഠിക്കുവാനായിട്ട് 2-3 പുതിയ വാക്കുകൾ കിട്ടി, 2-3 വിഷയങ്ങൾ കിട്ടി. അത് ഞാൻ അതിൻ്റെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരുകളാണ് ഇൻ്റർവെൽസ്. സംഗീതത്തിലുള്ള വിഷയങ്ങളാണ് ഇൻ്റർവെൽസ്, ഹാർമോണിക്സ്, ഓവർടോൺ, ഇൻ്റർവെൽസ്, ഹാർമോണിക്സ്, ഓവർടോൺ, ഫ്രീക്വൻസി റേഷ്യോ.
ഈ 4 പുതിയ വാക്കുകളാണ് ഇന്ന് എനിക്ക് അതിനെപ്പറ്റി പഠിക്കാൻ എനിക്കിന്ന് സാധിച്ചു. അത് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നു. ഇതെന്താണ് എന്ന് എനിക്ക് ഇനിയും പഠിച്ചിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യം ലഭിച്ചതിന് ശേഷം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയുവാൻ ഉള്ള കഴിവ് ഇപ്പോൾ ഇല്ല. കട്ട്. എനിക്ക് വിവിധ ഭാഷകൾ പഠിക്കുന്ന താല്പര്യമുണ്ട്. വിവിധ ഭാഷകൾ പഠിക്കുന്നത് എനിക്ക് താല്പര്യമുള്ളതാണ്. എനിക്ക് പല ഭാഷകൾ പഠിക്കാൻ സാധിക്കുന്നു ഈ ദിവസങ്ങളിൽ. എന്തുകൊണ്ട് ഞാൻ ഭാഷകൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നു? എനിക്ക് എൻ്റെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിനിന് ഒരു രസം തോന്നുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ മലയാളത്തിലും സംസാരിക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചത്. മലയാളത്തിൽ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടത് അതുകൊണ്ടാണ്. എനിക്ക് കൗതുകമുള്ളൊരു കാര്യമാണ് ഭാഷകൾ പഠിക്കുന്നതും ഭാഷകൾ ഉപയോഗിക്കുന്നതും. യെസ്, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കട്ട്. ഞാൻ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്യും, എഴുതി വയ്ക്കും, ഒരു കുറിപ്പുണ്ടാക്കിയിട്ട് ഞാൻ ഈ നടക്കുന്ന സമയത്ത് ആ വിഷയങ്ങളെ പറ്റി സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യലാണ് ഇപ്പോഴത്തെ എൻ്റെ ആശയം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ വിചാരം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് കുറിച്ച് വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ നടക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയുമേ ഉള്ളൂ. കട്ട്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസുകൾ, ചലച്ചിത്രങ്ങൾ കാണുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളിത് കാണുന്നതിലൂടെ എനിക്ക് പിന്തുണയാണ് നൽകുന്നത്, എനിക്ക് പിന്തുണ ലഭിക്കുന്നു. നിങ്ങൾ കാണുന്നതിന് ഞാൻ നന്ദി പറയുന്നു, വീണ്ടും നന്ദി പറയുന്നു. കട്ട്. ക്രിസ്മസ് വേളയാണിത്. ക്രിസ്മസ് ഫെസ്റ്റിവൽ എന്നുള്ളതിൻ്റെ മലയാള പദം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫെസ്റ്റിവൽ, ഉത്സവം. ക്രിസ്മസ് എന്ന ഉത്സവമാണിപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ പ്രവർത്തനങ്ങൾ, പ്രകടനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീട്ടിൽ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്, സ്റ്റാറുകൾ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. ഞാനിതെല്ലാം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. സന്തോഷം, നന്ദി. ഈ വഴിയിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോകം എന്ത് സുന്ദരമാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ കൂടുതൽ സമയം എനിക്ക് ലോകം എന്ത് തിന്മയേറിയ സ്ഥലമാണ് എന്നാണ് തോന്നാറ്. പക്ഷേ ഈ വഴിയിലൂടെ ഇപ്പോൾ നടക്കുമ്പോൾ എനിക്ക് ലോകം എന്ത് നല്ല സുന്ദരം എന്നാണ് തോന്നുന്നത്. അതൊരു രസകരമായൊരു കാര്യമാണ്. പല സമയത്തും പലതാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും. ഓക്കെ, നന്ദി. കട്ട്. ഈ കാണുന്നതെല്ലാം ചെടികളാണ്. ഈ ചെടികളെല്ലാം വ്യത്യസ്തമേറിയ ചെടികൾ. വ്യത്യാസമേറിയ മൃഗങ്ങളുള്ളതുപോലെ തന്നെ വ്യത്യാസമേറിയ ചെടികളാണിത്. പക്ഷേ മൃഗങ്ങളെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ ഈ ചെടികളെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയും? ചെടികളെ തിരിച്ചറിയാനായിട്ട് കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമുണ്ട്. ചെടികളെ തിരിച്ചറിയാനായിട്ടുള്ള തരം സൂക്ഷ്മ നിരീക്ഷണ ശേഷി എനിക്കില്ല. അത് വർദ്ധിപ്പിക്കാൻ സമയമായി. അതിനുള്ള വഴികൾ ഞാൻ കണ്ടെത്തേണ്ടതാണ്. ചെടികളെ തിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. കട്ട്. ഇവിടെ കാണുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് എന്ന് പറയുന്ന ബ്രിക്സാണ്. ഈ ബ്രിക്കുകൾക്ക് ഏതോ ഒരു പ്രത്യേക ഷേപ്പുണ്ട്. ഈ ഷേപ്പിന് എന്തെങ്കിലും പേരുണ്ടോ? ഇതൊരു പ്രത്യേക ഷേപ്പാണ്, പ്രത്യേക രൂപമാണ്. ഇതിൻ്റെ ആംഗിള്, ഇതിൻ്റെ രൂപം, ഇതിനെന്തെങ്കിലും പേരുണ്ടോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ കയറ്റം ഇന്ന് പ്രയാസം അധികം എടുക്കാതെ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം ആവശ്യത്തിന് കിട്ടുന്നു. കട്ട്. അധികം പ്രയാസം കൂടാതെ
ഞാൻ ആ കയറ്റം കയറി. ആർക്ക് നന്ദി പറയണം? ദൈവത്തിന് നന്ദി പറയാം. നന്ദി. ഓക്കെ, താങ്ക് യു ഗോഡ്. ഓക്കെ, ഇത് ആ വെട്ടമുള്ള പാത. ഇവിടെ നല്ല വെട്ടമുണ്ട്. എനിക്കിഷ്ടമുള്ള സ്ഥലമാണിത്. മുന്നോട്ട് ചലിക്കുന്നു. കട്ട്. ഞാൻ എന്തിന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതിന് 2 കാരണങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ വന്നു. അത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനൊരു വേദി എന്നുള്ളതും. 2, ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച എൻ്റെ ഈ ഫോൺ ഉപയോഗിക്കുവാനും ഉള്ള ഒരു അവസരം എന്ന രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഈ വീഡിയോസ്, ചലച്ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പങ്കുവയ്ക്കുന്നതും. ഈ ഒരാശയം എൻ്റെ മനസ്സിൽ വന്നതും ഞാനത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി. കട്ട്. എൻ്റെ മമ്മി ഇന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു. അത് ഓടിക്കാൻ ഇന്ന് സാധിച്ചു. അതിൻ്റെ ഷോറൂമിൽ പോയി അതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്സിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഈ വൈദ്യുതിയിൽ ഓടുന്ന വാഹനങ്ങളെ ചാർജ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്സ് കാണിച്ചു തരും എന്ന് മനസ്സിലായി. അതൊരു പുതിയ അറിവായിരുന്നു. KCBയുടെ മാത്രമായ ചില ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതും ഒരു പുതിയ അറിവായിരുന്നു. അവിടെ പോയി കാശ് കൊടുത്താൽ നമുക്ക് ചാർജ് ചെയ്യാം. 10-20 രൂപ കൊടുത്താൽ 1-2-3 മണിക്കൂർ ചാർജ് ചെയ്യാനുള്ള അവസരമുണ്ട്. ചാർജ് ചെയ്ത് വാഹനം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നു. കട്ട്. ഇന്നത്തെ നടത്തം സമാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തിരിച്ച് മില്ലമ്പടി ജംഗ്ഷനിലെത്തി. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണ്. കാപ്പി കുടിക്കാൻ പോവാണ്. പ്രഗതി കടയിൽ പോയി കാപ്പി കുടിക്കാൻ പോവാണ്. പ്രഗതി കടയെത്തി. ഞാൻ ഇനി കാപ്പി കുടിക്കാൻ പോവാണ്. രാജേഷ് ചേട്ടനുണ്ടോ എന്ന് നോക്കട്ടെ. യെസ്, രാജേഷ് ചേട്ടനുണ്ട്. ഞാൻ കാപ്പി കുടിക്കാൻ പോവുകയാണ്. നന്ദി. കട്ട്. ബർഗറും കാപ്പിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഗതി കടയിൽ. ഓക്കെ, ഐ ആം റീച്ചിങ് ബാക്ക് ഹോം. Voila, reaching back home again. Okay, entered the gates. Moving forward. So that's all for today's vlog. അയ്യോ പറഞ്ഞ് ഇംഗ്ലീഷ് ആയിപ്പോയല്ലോ ദൈവമേ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. മലയാളമായിരുന്നു പറയേണ്ടത്. തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് പപ്പയുടെ കോഴിക്കൂട്. ഇതിൻ്റെ അകത്താണ് കോഴികൾ താമസിക്കുന്നത്. ഇതാണ് എൻ്റെ വലിയ വീട്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നടന്നു കഴിഞ്ഞു. ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ഏകദേശം 3 കിലോമീറ്റർ നടന്നു. ഇനി ബാക്കി നാളെ നടക്കാം. നാളെ കാണാം. ഇതെൻ്റെ പപ്പയുടെ കാറ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ. എൻ്റെ മുഖം ഒന്ന് അവസാനമായിട്ട് കാണിച്ചേക്കാം. വെളിച്ചത്തിലേക്ക് വരൂ. യെസ്, ഇതാണ് എൻ്റെ മുഖം. ഇതാണ് എൻ്റെ വീട്. നമുക്ക് പിന്നെ കാണാം. ടാറ്റ. കട്ട്. ബൈ ബൈ.